എല്ലാവരും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഒരുപാട് ആളുകൾ കേരളം മുഴുവൻ അടുത്ത നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീറ്റിന് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാം ഞാൻ പഠിച്ചെടുക്കാം, അല്ലെങ്കിൽ നീറ്റിന് റിപ്പീറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് എല്ലാം കിട്ടും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ ചില പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ ഡെഫിനറ്റ്ലി ഒരുപാട് ബേസിക്സ്, സിമ്പിൾ ആയിട്ടുള്ള മാത്തമാറ്റിക്സ് മുതലുള്ള കാര്യങ്ങൾ, പെർസെൻറ്റേജ് കാണാൻ, കൂട്ടാൻ, കുറയ്ക്കാൻ, ഗുണിക്കാൻ, ഹരിക്കാൻ, ഫ്രാക്ഷണൽ നമ്പേഴ്സ്, പോയിന്റുള്ള നമ്പേഴ്സ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുടെ ബേസിക്സ് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് റിപ്പീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആ ജേർണി വളരെ എളുപ്പമാക്കാൻ പറ്റുള്ളൂ. സോ അത് മുന്നിൽ നിർത്തിയിട്ട് നമ്മൾ ഡോപ്പയുടെ നമ്മുടെ ബേസിക് കോഴ്സ് ഇത്രയും കാലം നമ്മൾ റൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബേസിക് കോഴ്സ് നമ്മൾ കേരളത്തിലുള്ള മുഴുവൻ കുട്ടികൾക്കും വേണ്ടിയിട്ട് സൗജന്യമായിട്ട് നമ്മൾ നടത്തുകയാണ്. വരുന്ന 24-ാം തീയതി മുതലുള്ള 1 വീക്ക് ടൈം കൊണ്ട് നിങ്ങൾക്ക് അറിയേണ്ട ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുള്ള എല്ലാ ബേസിക്സും 10ാം ക്ലാസ് വരെ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. സോ നിങ്ങൾക്ക് ചെയ്യേണ്ട എത്ര കാര്യങ്ങൾ മാത്രമാണ്: ഡോപ്പ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ഡോപ്പ ആപ്പിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക, അതിൽ നമ്മൾ തരുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഡോപ്പ ആപ്പ് ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ചെടുക്കുക എന്നുള്ള കാര്യം മാത്രമായിരിക്കും നിങ്ങൾക്ക് ചെയ്യേണ്ടി വരിക. അതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന നിങ്ങൾക്കുള്ള എക്സ്ട്രാ എനർജിയാണ്, നിങ്ങൾക്കുള്ള ബൂസ്റ്റർ ഡോസ് ആണ്. ഇതില്ലാതെ ആരും റിപ്പീറ്റ് ചെയ്യാൻ പോകരുത്, കാരണം നിങ്ങൾ ചിലപ്പോൾ കുടുങ്ങാനുള്ള സാധ്യതയുണ്ടെന്നുള്ള കാര്യമാണ്. സോ ഈ ഒരാഴ്ച അടിപൊളിയായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, നമ്മുടെ റിപ്പീറ്റിംഗ് ജേർണി ഉഷാറാക്കുക. സോ ഓൾ ദ ബെസ്റ്റ്. നമുക്കറിയാം 2022 നീറ്റിന് നോക്കണ്ട, ഇനി 2023 നീറ്റിലേക്ക് നമ്മൾ ഫുൾ എഫേർട്ട് എടുത്തിട്ട് വളരെ ആത്മാർത്ഥമായി ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ +2 മാർക്കോ വേറെ എന്തെങ്കിലും മാർക്കോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങളുടെ എഫേർട്സ് മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് നീറ്റ് 2023 നല്ല സാധ്യതയുണ്ട്. സോ ഫസ്റ്റത്തെ സെഷൻ്റെ നമ്മുടെ പേരെന്ന് പറഞ്ഞാൽ ഗെറ്റ് ഓറിയൻറ്റഡ് എന്നുള്ളതാണ്. നമ്മൾ തയ്യാറാൻ വേണ്ടി കൃത്യമായ ഓറിയൻറ്റേഷൻ വേണം. എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരും. അതുപോലെ നിങ്ങൾ നിർബന്ധമായിട്ട് കേട്ടിരിക്കേണ്ട ചില നീറ്റ് സ്റ്റോറീസ് ഉണ്ട്. ഫസ്റ്റ് ചാൻസിൽ നീറ്റ് ക്രാക്ക് ചെയ്ത ആളുകൾ, മൾട്ടിപ്പിൾ ചാൻസുകളിൽ നീറ്റ് ക്രാക്ക് ചെയ്ത ആളുകൾ, +2 വളരെ കൂടിയ മാർക്ക് മേടിച്ചിട്ടും ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യേണ്ടി വന്ന ആളുകൾ, 10⁻³ + 10⁻². ഇതെങ്ങനെ ചെയ്യാം ഒന്നുകൂടി പറഞ്ഞോ, പെട്ടെന്ന് പറഞ്ഞോ. ഇതൊരു നോർമൽ ആയിട്ടുള്ള കാര്യമാണ്, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളൊരു ബേസിക് ഓറിയന്റേഷൻ എന്നുള്ള നിലയിൽ തന്നെയാണ് നമ്മൾ ഈ കോഴ്സസ് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ശരിയാനും വളയാനും ഫ്ലെക്സിബിൾ ആക്കിയിട്ട് മാറ്റും. അതാണ് നമ്മുടെ കൊള്ളൻ കൈമ, കുള്ളനല്ല കൊള്ളൻ കൈമ. ഓക്കെ, ബെസ്റ്റ് ഓറിയന്റേഷൻ അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതിയെ തന്നെ നമ്മൾ പതുക്കെ എന്ത് ചെയ്യണം. ഇഫ് യു ആർ പ്ലാനിങ് ഫോർ റിപ്പീറ്റിംഗ്, നമുക്ക് ഫസ്റ്റ് ഡേ you have to change the orientation. അടുത്ത ദിവസം നിങ്ങൾ എന്തൊക്കെ പഠിക്കും എന്ന് നിങ്ങൾ എഴുതി വെക്കണം നിങ്ങളുടെ സ്റ്റഡിയിൽ. അല്ലെങ്കിൽ നാളെ രാവിലെ പോയി ഇന്നിപ്പോൾ എന്താ നോക്കുക, അങ്ങനെയല്ല. നമ്മൾ ഈ റിപ്പീറ്റ് നമ്മുടെ കൂടെയുള്ള എല്ലാവരും പല കോഴ്സുകൾക്ക് വേണ്ടി അപ്ലൈ ചെയ്തപ്പോൾ നിങ്ങളൊരു കൊല്ലം ബ്രേക്ക് എടുത്ത് ഇതിന് വേണ്ടി പഠിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോലും അറിയാത്തൊരു മോട്ടീവുണ്ട്. പച്ച ഒരാൾക്ക് പറഞ്ഞ ഡോക്ടർ എന്ന് പറഞ്ഞ ഈ ഒരു പ്രൊഫഷൻ നമ്മുടെ സമൂഹത്തിൽ ആവശ്യത്തിലധികം റെസ്പെക്ട് കിട്ടുന്നുണ്ട്. ഈ റെസ്പെക്ട് നാളെ എനിക്കും വേണം. ഇനി എന്തിലാണ് ഈ എലമെന്റ്സും കോമ്പൗണ്ട്സും തമ്മിലുള്ള വ്യത്യാസം? ഈ സാധനം എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന അടിസ്ഥാനത്തിലാണ് എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് തമ്മിലുള്ള വ്യത്യാസം. 10 days ആയിരിക്കും. ദിസ് 10 days വിൽ മേക്ക് യുവർ ഫ്യൂച്ചർ. ആൻഡ് നമ്മുടെ ടാഗ്ലൈനിൽ പറഞ്ഞ പോലെ ബി ദ ചാമ്പ്യൻ ഓഫ് യുവർ ഫ്യൂച്ചർ. നിങ്ങൾക്കാണാവാൻ പറ്റുക നിങ്ങളുടെ ചാമ്പ്യൻ. സോ ഡെഫിനറ്റ്ലി എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ആൻഡ് എല്ലാവരെയും നമ്മുടെ പ്രിപ്പറേറ്ററി ക്യാമ്പിൽ ബേസിക് കോഴ്സിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഓൾ ദ വെരി ബെസ്റ്റ്. അടിച്ചു പൊളിച്ചു മടിക്ക് മക്കളെ, ഉഷാറാക്കൂ. ബൈ ബൈ, സി യു.